നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും മുൻകാല നിലപാട് മാറ്റാതെ കർഷക സംഘടനകൾ. ചട്ടരൂപീകരണത്തിലൂടെ ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതിയെന്ന ആരോപണം. നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി അതിജീവന പോരാട്ടവേദി. വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ഡീൻ കുര്യാക്കോസ്. യുവാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നത് സർക്കാർ വാഗ്ദാനം ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ. 7 ലക്ഷം രൂപ കിട്ടാത്തതിനാലാണ് യുവാവിനെ ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് കൗൺസിലർമാരുടെ പരാതി. ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത് കൗൺസിൽ യോഗത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുന്നില്ലെന്ന കൗൺസിലർമാർ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യന് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ലേബർ ഓഫീസർമാരുടെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പരിശോധനകൾ ഊർജിതമാക്കും. ജില്ലാ ലേബർ ഓഫീസർ, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീമുകൾ ദൈനംദിന പരിശോധന നടത്തും. സംസ്ഥാനത്ത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ 30 വരെ രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയങ്ങളിൽ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി ഉത്തരവായിട്ടുണ്ട്. ഈ ഉത്തരവാണ് മെയ് 15 വരെ നീട്ടുന്നത്. പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 3 മണി വരെ വിശ്രമവേളയായിരിക്കും. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനർക്രമീകരണം. കൺസ്ട്രക്ഷൻ, റോഡ് നിർമ്മാണ മേഖലകളിൽ കർശന പരിശോധന ഉറപ്പാക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ള സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്ത മേഖലകളെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു. ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും മുൻകാല നിലപാട് മാറ്റാതെ കർഷക സംഘടനകൾ. ചട്ടരൂപീകരണത്തിലൂടെ ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതിയെന്നാണ് ആരോപണം. നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി. 1964 ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി. നിലവിൽ ഈ ഭൂമിയിലുള്ള മറ്റു നിർമ്മാണങ്ങൾ അനധികൃതമാണ്. പുതിയ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇത്തരം നിർമ്മാണങ്ങൾ ക്രമവൽക്കരണം നടത്തി സാധൂകരിക്കാൻ സാധിക്കും. ഭാവിയിൽ മറ്റു നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കുമെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചുരവേലി പറഞ്ഞു. കേരളത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഭൂരേഖകളിൽ 1/3 വരുന്ന LA പട്ടയക്കാർക്ക് പ്രത്യേക നിയമം, പ്രത്യേക ചട്ടം ബാധകമെന്ന് 2016 ഇടത് ഗവൺമെൻറ്റാണ് ഒരു സങ്കീർണ നിയമപ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കാനെന്ന വ്യാജേന 5ഓളം നികുതികൾ, സെസ്, ഗ്രീൻ ടാക്സ് തുടങ്ങി 5ഓളം പിഴകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പിണറായി ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്ന് ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഭൂസ്വാതന്ത്ര്യം, മറ്റ് ഭൂ ഉടമകൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ പട്ടയക്കാരനും വേണമെന്ന അടിസ്ഥാന ആവശ്യത്തിൽ അടിയുറച്ചു തന്നെ നിൽക്കുകയാണ്. അല്ലാതെ ഈ ജനതയെ പിഴിഞ്ഞ് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ നിർമ്മാണങ്ങൾക്കെല്ലാം പിഴ ഈടാക്കി ഒരു സാമൂഹിക കൊള്ളയ്ക്കൊരുങ്ങിയാൽ
അതിനെ സാമൂഹികമായി തന്നെ നേരിടും. അതോടൊപ്പം സുപ്രീം കോടതി അടക്കമുള്ള കനത്ത നിയമ പോരാട്ടത്തെയും ഈ ഗവൺമെൻറ് നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് സഭയിൽ വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ക്രമവൽക്കരണം എന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ആരോപണമുണ്ട്. വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഡീൻ കുര്യാക്കോസ്. സർക്കാർ വാഗ്ദാനം ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ യുവാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാതിരിക്കുകയാണ്. 7 ലക്ഷം രൂപ കിട്ടാത്തതിനാലാണ് യുവാവിനെ ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാർച്ച് 29-നാണ് പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന രാജീവിനെ വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലിയിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ രാജീവിനെ വണ്ടിപ്പെരിയാറിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാല മാർസ്ലീവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആന്തരിക അവയവങ്ങൾ തകർന്ന രാജീവ് തലനാരിഴയ്ക്കാണ് ജീവൻ നിലനിർത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുപോത്ത് ആക്രമിച്ച സംഭവത്തിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. തുടർന്ന് MLA-യുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് ആശുപത്രിയിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് വനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടച്ചിട്ടുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നു. സർക്കാരിന്റെ അധികൃതർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ബന്ധപ്പെട്ട് അതിന്റെ ചികിത്സാ സഹായം പൂർണ്ണമായും ചികിത്സയ്ക്ക് ചെലവാകുന്ന മുഴുവൻ തുകയും ആശുപത്രിയിലേക്ക് കൈമാറിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞിരുന്നതാണ്. ഈരിമേട് MLA ആയിട്ടുള്ള ശ്രീ വാണി സോമൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം. എന്നാൽ ഇന്ന് വരെ ഒരു പൈസ പോലും ആ നിലയിൽ കൊടുത്തിട്ടില്ല. വനം വകുപ്പിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചുള്ള 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിക്ക് കൈമാറിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ വനം വകുപ്പ് കൊടുത്തതിനപ്പുറത്തുള്ള ബാക്കി തുക ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടറുമായി തിരക്കിയിരുന്നു. ജില്ലാ കളക്ടർ മറുപടി പറഞ്ഞത് ഈ അപകടമുണ്ടാകുന്ന മാർച്ച് മാസം 29-ാം തീയതി തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ പൂർണ്ണമായി പൈസ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് എല്ലാ ഡീറ്റെയിൽസും സഹിതം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ സർക്കാരിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഗുരുതരമായ പാളിച്ചയെ സംബന്ധിച്ച് അവർ മറുപടി പറയണം. ഇങ്ങനെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനെ ബലി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ദുരവസ്ഥ അങ്ങേറ്റം നിരാശാജനകവും പ്രതിഷേധകരവുമാണ്. 20 ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിൽ എത്തിയെങ്കിലും വീണ്ടും ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ 17-ന് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ട ചികിത്സയിൽ 6 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 2 ലക്ഷം രൂപയുമാണ് ചിലവായത്. ഇതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടച്ചിട്ടുള്ളത്. മുഴുവൻ തുകയും അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വാഗ്ദാനം ചെയ്ത ചികിത്സാ ചിലവ് നൽകാതെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നാണ് രാജീവിന്റെ കുടുംബത്തിന്റെയും ആരോപണം. ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന കൗൺസിലർമാരുടെ പരാതി. കൗൺസിൽ യോഗത്തിലാണ് ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുന്നില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു. വേനൽ കടുത്ത മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ എല്ലാ വാർഡുകളിലും കട്ടപ്പന നഗരസഭ കുടിവെള്ളം വിതരണം ആരംഭിച്ചിരുന്നു. ഒരു കുടുംബത്തിന് 200 ലിറ്റർ വെള്ളം വീതം ആഴ്ചയിൽ 2 ദിവസമാണ് നൽകുന്നത്. 5 ടാങ്കറുകളിലായി 1 ലക്ഷം ലിറ്ററോളം വെള്ളമാണ് ദിവസേന നൽകുന്നത്. എന്നാൽ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്നാണ് കൗൺസിലർമാരുടെ പരാതി. കൗൺസിൽ യോഗത്തിൽ കുടിവെള്ള വിതരണം ചെയ്യുവാൻ ടെൻഡർ നൽകുന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപം ഉന്നയിച്ചത്. അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം മുനിസിപ്പാലിറ്റിയിൽ ചെയ്യണം. അതുപോലെ തന്നെ ഏതൊക്കെ വാർഡുകളിൽ ആർക്കൊക്കെ വെള്ളം കൊടുക്കുന്നു എന്നുള്ളത് കൗൺസിലർമാരുടെ അറിവോടുകൂടി ആ ലെറ്റർപാട് എഴുതി ചെയർപേഴ്സൺ ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി. അത് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ മുനിസിപ്പാലിറ്റി GPS ഘടിപ്പിച്ച് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. ആ സമയം കഴിയുമ്പോൾ 800 രൂപയ്ക്ക് ഈ വണ്ടി തന്നെ വെള്ളം വിതരണം ചെയ്യുക. അതെന്തൊരു മര്യാദയുടെ അത്. ഒന്നാമത്തെ കാരണം വെച്ചാൽ ആളുകൾക്ക് പണിയില്ല. ഈ ഏലക്കാട് മുഴുവൻ സ്ഥലത്തെയും ഏലച്ചെടികളെല്ലാം വീണ് മൊത്തം വളർച്ചയിൽ നിൽക്കുക. അവിടെയെല്ലാം ആപ്പടെ 500 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആളുകളാണ്. 800 രൂപ കൊടുത്തിട്ട് വേണം വെള്ളം മേടിക്കാൻ. നമ്മുടെ വെള്ളം സൗജന്യമായി കൊടുക്കുകയും ആ വെള്ളം ഇല്ല എന്ന് പറയും. രണ്ടാമത്
800 രൂപയ്ക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ആ നടപടി ശരിയില്ല. ഒന്ന് ആ കരാർ ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ ആ കരാറുകാരനോട് കൃത്യമായി പറയണം GPS ഘടിപ്പിച്ച് ഓടുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് വേണ്ടി മാത്രം ഓടണം. അതിനുശേഷം വൈകുന്നേരം അതേ സ്ഥലത്ത് അതേ ആളുകൾക്ക് തന്നെ വിലയ്ക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടി അത് നടക്കത്തില്ല. വെള്ളം എത്തിക്കുന്നവരുടെ താൽപ്പര്യമനുസരിച്ചാണ് വിതരണം നടക്കുന്നതെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തുന്നില്ലെന്നുമാണ് കൗൺസിലർമാരുടെ പരാതി. കട്ടപ്പന നഗരസഭയുടെ പൊതു ടാപ്പുകൾ വഴി വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളത്തിന്റെ ബില്ലിൽ കുടിശ്ശിക വരുത്തിയത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ പല സ്ഥലത്തും കൊടുത്തു വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വരുമ്പോൾ പറയും വെള്ളം തീർന്നു പോയെന്ന് പറയാം, പിന്നെ ഒരാൾക്കായിട്ട് വെള്ളം കൊണ്ടാൻ പറ്റിയെന്ന് പറയാം. ഇത്രയും ദിവസം വെള്ളം കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വാർഡൊന്നും നോക്കണ്ട, 34 വാർഡിലും കുടിവെള്ള അതീവ രൂക്ഷമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വേണ്ട രീതിയിൽ വലിയ പരാതിയും പരിപാടികളൊന്നുമില്ലാതെ അത് പരിഹരിച്ച് പോകണമെന്നാണ് ഇരിക്കുന്നത്. എല്ലാ മേഖലയിലും സാധാരണ കുടിവെള്ളക്ഷാമമില്ലാത്ത ആൾക്കാർ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പട്ടുകൂടി ഓർമ്മണിക്കാണെങ്കിൽ അടിയന്തരമായിട്ട് അനുവദിച്ച് വെള്ളം ചക്കം നിൽക്കുന്നതുകൊണ്ട് ഈ സർക്കാരിന് കൊണ്ടൊക്കെ കിട്ടണമെങ്കിൽ താമസം വരും. ഓർമ്മണി അനുവദിക്കുക അല്ലെങ്കിൽ അനുവദിച്ച് കൊടുത്തോ കൂടുതൽ വാഹനങ്ങൾ വെള്ളത്തില്ലാതെ പ്രശ്നമാണ്. അതായത് 5 വണ്ടിയുടെ കൂടിയും 5 വണ്ടി എത്തുന്നില്ല. അത് യാഥാർത്ഥ്യമില്ല. വണ്ടിക്കാരൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ പറഞ്ഞതിനായിട്ട് വിഷയമല്ല. നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് പണ്ടേ വാഹനം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. വർഷങ്ങളായുള്ള കുടിശ്ശികയെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ പഠിച്ച ശേഷം അടുത്ത കൗൺസിലിൽ കത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. കുടിവെള്ള വിതരണം വീഴ്ചയില്ലാതെ തുടരുമെന്നും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വ്യക്തമാക്കി. നമ്മൾ വെള്ളം എല്ലാ വാർഡിലും നമ്മൾ വെള്ളം ഇറക്കുന്നുണ്ട്. ഇറക്കാൻ തുടങ്ങി അന്ന് തൊട്ടേ ഒറ്റ വാർഡ് പോലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ വാർഡിലും ഓരോ വാർഡുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൗൺസിലർമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവർ ചില സ്ഥലങ്ങളിൽ എത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്ത് ചെന്ന് വരുന്നതിൻ്റെ സമയപരിധി ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അത് എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത സമയത്ത് അവിടെ പൊയ്ക്കോളാം എന്നാണ് നമുക്ക് അറിയിപ്പ് തന്നിരുന്നത്. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്? പ്രവർത്തനം നടക്കുന്ന എല്ലാ ദിവസവും വെള്ളം ഇറക്കുന്നു. അത് ഒരു വീട്ടുകാർക്ക് 200 ലിറ്റർ ആഴ്ചയിൽ 2 ദിവസം വെച്ചാണ് ഇറക്കുന്നത്. അത് ഒരു വീട്ടുകാർക്ക് 200 ലിറ്റർ വെള്ളം ഇറക്കുക. അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററിന് 60 പൈസ നിരക്കിൽ ടെൻഡർ നൽകിയ ആൾക്ക് ഇനിയുള്ള കുടിവെള്ള വിതരണത്തിന് കരാർ നൽകുവാനാണ് തീരുമാനം. ഫ്ളാറ്റുകളിലും വാടക കെട്ടിടങ്ങളിലും താമസിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് ഒഴിവാക്കിയാൽ നഗരസഭയിലെ അതിരൂക്ഷ ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിലെ പ്രതിസന്ധി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ഇരട്ടയാർ ഡാമിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറന്റെ സാങ്കേതിക തകരാറുകൾ, പ്രവർത്തനക്ഷമത എന്നിവ പരിശോധിക്കുന്നതിനുള്ള സൈറൺ ട്രയൽ റൺ നടത്തി. ട്രയൽ റണ്ണിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടുക്കി ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് ലിൻ ചെറിയാൻ നിർവഹിച്ചു. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ഇരട്ടയാർ ഡാമിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറന്റെ സാങ്കേതിക തകരാറുകൾ, പ്രവർത്തനക്ഷമത എന്നിവയുടെ പരിശോധനകൾ നടത്തിയത്. ട്രയൽ റണ്ണിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടുക്കി ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് ലിൻ ചെറിയാൻ നിർവഹിച്ചു. ഷട്ടറുകളെല്ലാം മാക്സിമം ഉയർത്തി നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സൈറണുകളുടെ തകരാറുകൾ പരിശോധിക്കാനായിട്ട് സൈറണുകളുടെ ട്രയൽ റണ്ണുമുണ്ട്. പിന്നെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ഡാമുകളിലാണ് ഷട്ടറുകൾ ഉയർത്തേണ്ടതായി വരുന്നത്. ചെറുതോണി ഡാം, കല്ലാർ ഡാം, ഇരട്ടയാർ ഡാം. ഈ 3 ഡാമുകളിലും ഈ റുട്ടീൻ മെയിൻ്റനൻസ് ഈ ദിവസങ്ങളിൽ നടന്നു കഴിയുന്നുണ്ട്. വരാൻ പോകുന്ന കാലവർഷത്തിൽ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഷട്ടർ ഉയർത്തിയുള്ള ഇൻസ്പെക്ഷനും ഗ്രീസിംഗ് മുതലായ പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തി. ഇടുക്കി ഡാം സേഫ്റ്റി ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ഷാജി, സബ് എഞ്ചിനീയർ ഗോകുൽ സതീശൻ എന്നിവരും പങ്കെടുത്തു. മാങ്കുളം ആനക്കുളത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ ആക്രമണം. സംഭവത്തിൽ 3 പേർ പിടിയിലായി. ആനക്കുളം സ്വദേശികളായ ദേവസ്യ, ജസ്റ്റിൻ ജോയി, സനീഷ് എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനക്കുളം സ്വദേശി ഷാജി മാത്യുവിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. പ്രതികൾ ഇരുചക്രവാഹനം ഷാജിയുടെ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നിർത്തി തടഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വാക്കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ ഷാജി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് മൂന്നാർ CI രാജൻ കെ അരമന പറഞ്ഞു. ആനക്കുളത്ത് വെച്ച് ഷാജി മാത്യു എന്നയാൾ, ജസ്റ്റിൻ, സനീഷ്, ദേവസ്യ 3 പേരെയായിരുന്നു കത്തികൊണ്ട് ആക്രമിക്കുകയും അതുപോലെ കല്ലുകൊണ്ട് തലക്കരിച്ച് കൊടുക്കുകയും ഒരു വധശ്രമത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് 3 പ്രതികളെ
അറസ്റ്റ് ചെയ്ത് കേസിലേക്ക് അന്വേഷണം നടത്തിയവർക്ക് കേസിൻ്റെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് ഒഴിവാക്കുകയുള്ളൂ. കേസിലെ തുടർന്നുള്ള നടപടികൾക്കായിട്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. തുടർന്നുള്ള അന്വേഷണം നടത്തും. സംഭവത്തിൽ പിടിയിലായവരിൽ ദേവസ്യ ഒഴികെയുള്ളവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആനക്കുളത്ത് വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. മൂന്നാർ CI രാജൻ കെ അരമന, SI സജി എം ജോസഫ്, ASI നിഷാദ് CK, CPO സഹീർ ഹുസൈൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ട്രാഫിക് കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ വഴിയരികിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് ഡ്രൈവറുടെ അസഭ്യ വർഷം. മൂന്നാർ മാട്ടുപ്പെട്ടി കവലയിൽ വാഹനം നിർത്തിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് എറണാകുളം സ്വദേശി അസഭ്യ വർഷം നടത്തിയത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. തിരക്കിനിടയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് എറണാകുളം സ്വദേശിയായ രാധാകൃഷ്ണൻ അസഭ്യം പറഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും. സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അസഭ്യവർഷം തുടർന്നു. ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് മൂന്നാർ CI രാജൻ കെ അരമന പറഞ്ഞു. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ദേഹോദരം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിലേക്ക് രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണൻ എറണാകുളം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിൽ മുമ്പ് പ്രതിയായിട്ടുള്ള ആളാണ്. ഇയാൾ മുമ്പ് കാപ്പ നിയമപ്രകാരമുള്ള രണ്ടാം നിയമപ്രകാരം കരുതൽ തലങ്ങളിൽ ഇരുന്ന വ്യക്തിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയിരിക്കുന്നത്. പ്രതി വേറെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മൂന്നാർ ടൗണിലെത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വാഹനം നിർത്തിയിടുന്നത് ടൗണിൽ ട്രാഫിക് കുരുക്കിന് ഇടയാക്കാറുണ്ട്. ഇത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നത് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്കും ഇടയാക്കാറുണ്ട്. രോഗികളുമായി എത്തുന്ന ആംബുലൻസിനും രക്ഷയില്ലാതെ മലയോര ഹൈവേയിലെ ഗതാഗത തടസ്സം. ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന സ്കൂൾ കവലയിൽ കലുങ്ക് നിർമ്മിക്കുന്നതിൽ താമസം നേരിടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഭാഗമായി BMBC നിലവാരത്തിൽ ടാറിങ്ങും നടത്തി. എന്നാൽ കലുങ്കുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിലും കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ടാറിങ്ങിന് ശേഷമാണ് സ്കൂൾ കവലയിൽ കലുങ്ക് നിർമ്മിക്കുന്നത്. ഇതോടെ ഗതാഗത തടസ്സം രൂക്ഷമാണ്. കുറേ ദിവസങ്ങളായി ഇവിടെ ട്രാഫിക് ജാമാണ്. ഇടുങ്ങിയ പാതയായ കാരണം ഇവിടെ ആൾക്കാർ വന്ന് പോകുന്നു. സ്ത്രീകളെ കുട്ടികളെയായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥലമാണ്. ഒരു പോലീസുകാരെ ഇടുക എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പം തന്നെ ഏകദേശം അരമണിക്കൂറോളമായി വണ്ടി ഇവിടെ ജാമായി കിടക്കുന്നു. 2 വണ്ടി 3 വണ്ടി ഒരേ സമയം കയറി വരികയാണ്. അപ്പോൾ ജാമാകുന്നു തിരിച്ചു വിടാനായിട്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. അതാണ് ഇവിടെ ഏറ്റവും പ്രധാന വിഷയം. ഇതിനിടയ്ക്ക് ചെറിയ ബൈക്കുകാർ വരും. അതെല്ലാം ബുദ്ധിമുട്ടായി മാറുന്നത്. അതാണ് ഈ ട്രാഫിക് ജാമിന് പ്രശ്നം. 2 ബസ് ഒരുമിച്ചാണ് കയറി വരുന്നത്. ഈ ഇടുങ്ങിയ പാതയിൽ 2 ബസ് ഒരുമിച്ച് കയറി വന്നാൽ എങ്ങനെ ഇത് പോകും? അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് അടിയന്തരമായിട്ട് ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുകയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ കൂടെ മുന്നോട്ട് പോകും. കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലുന്ന ഏറ്റവും പ്രധാന പാതയാണിത്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഇതുവഴി വേണം കടന്നു പോകാൻ. ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നതോടെ രോഗികളുമായി ആംബുലൻസുകളടക്കം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ച പതിവാണ്. ഗതാഗതം നിയന്ത്രിക്കാൻ പകൽ സമയങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാതാക്കൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും രാത്രിയിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കേണ്ട സ്ഥിതിയാണുള്ളത്. കിലോമീറ്ററുകളോളം വണ്ടികൾ ഗതാഗതക്കുരുക്കിൽ കിടക്കുന്നതാണ് പതിവ്. ഏറ്റവും തിരക്കുള്ള ഭാഗത്ത് കലുങ്ക് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അടിമാലിയിൽ വൃദ്ധൻ പ്ലാവിൽ നിന്ന് വീണു മരിച്ചു. ഓടക്കാസിറ്റ് സ്വദേശി ചേറ്റുകുഴി മീരാനാണ് മരിച്ചത്. പ്ലാവിലെ വെട്ടുന്നതിനിടെ മീരാൻ പ്ലാവിൽ നിന്നും വീഴുകയായിരുന്നു. വീടിന് സമീപമുള്ള പ്ലാവിൽ ആടിന് തീറ്റ വെട്ടാൻ കയറിയപ്പോഴായിരുന്നു അപകടം. പ്ലാവില വെട്ടുന്നതിനിടയിൽ മീരാൻ പ്ലാവിൽ നിന്നും താഴേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അടിമാലി ടൗണിലെ ആദ്യകാല ചുമട്ട് തൊഴിലാളിയായിരുന്നു മീരാൻ. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അടിമാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാഞ്ഞു കയറിയ അപകടത്തിൽ വ്യാപാരശാലയുടെ വരാന്തയിൽ നിന്നിരുന്നയാൾക്കുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാർ സന്ദർശനം കഴിഞ്ഞ ഇവർ തിരികെ മടങ്ങവെയായിരുന്നു അപകടം. അപ്സരക്കുന്ന് വഴി അടിമാലി ടൗണിലേക്ക് എത്തുന്ന എളുപ്പ വഴിയിലൂടെയായിരുന്നു വിനോദസഞ്ചാരികൾ എത്തിയത്. വലിയ ഇറക്കമിറങ്ങി ടൗൺ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് വിവരം. കാർ റോഡിലൂടെ എത്തി വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറി. കടമുറിയുടെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു.
ഇവിടെ വരാന്തയിൽ നിന്നിരുന്ന ഒരാൾ ഉൾപ്പെടെ 2 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. വാഹനത്തിൽ കുട്ടികളടക്കം 6 പേർ ഉണ്ടായിരുന്നു. ഇതിൽ വരാന്തയിൽ നിന്നിരുന്ന ഗുരുതരമായി പരിക്കേറ്റയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വേനൽ കടുത്തതോടെ പെരിയാറിന്റെ പല ഭാഗത്തും കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്നും സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി പരാതി. നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി പെരിയാറിനെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഡെങ്കിപ്പനി പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുള്ളത്. മേഖലയിൽ ശുചീകരണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. കടുത്ത വേനലിൽ പെരിയാറിനെ ആശ്രയിക്കുന്ന ആളുകളാണ് സാംക്രമിക രോഗങ്ങളും ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളും പടർന്നു പിടിക്കാൻ കാരണമാകുമോ എന്ന ഭീഷണിയിലുള്ളത്. അലക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് വീട്ട് ആവശ്യങ്ങൾക്കുമായി പലരും പെരിയാറ്റിലെ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ പെരിയാറ്റിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ പകുതിയും മലിനജലമാണ്. ഇതിൽ നിന്നും ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടരുവാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. രോഗങ്ങൾ ഇന്ന് ഹൈറേഞ്ചിലാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കൊതുകുകളെ നശിപ്പിക്കുവാൻ കഴിയുന്ന പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളും പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ളതിൽ ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ഏറ്റവും ജാഗ്രതയോടുകൂടി നമ്മുടെ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ വറുതിക്കാലത്ത് അതിരൂക്ഷമായ ഒരു സാംക്രമിക രോഗത്തെ കൂടെ നമ്മൾ നേരിടേണ്ടി വരും. ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ഏറ്റവും സുഗമമായ മാർഗം ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടലാണ്. DMO അതിന് പ്രത്യേകമായി സ്ക്വാഡുകൾ തയ്യാറാക്കുകയും ഈ പെരിയാർ പോലെയുള്ള നദികളിൽ വട്ടക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലങ്ങളിൽ പെറ്റുപെരുകുന്ന കൊതുകുകൾ ഉണ്ടാക്കാവുന്ന സാംക്രമിക രോഗങ്ങളെ തടയുന്നതിന് ആ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ആധുനിക നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണം. കൂടാതെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം. ഇത്തരത്തിൽ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന പെരിയാറിന്റെ ഭാഗങ്ങളിൽ ജലം ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടിയിൽ നിന്നും കട്ടപ്പനയാറിലേക്ക് വലിയ തോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി. ആശ്രമംപടി ITI കുന്ന് റോഡിൽ നിന്നുമാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടി ITI കുന്ന് റോഡിന്റെ ഭാഗത്തു നിന്നാണ് വലിയ തോതിൽ മാലിന്യം തള്ളുന്നത്. റോഡിൽ നിന്നും കൃഷിയിടത്തിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ കട്ടപ്പനയാറിലേക്കാണ് ചെല്ലുന്നത്. ഇതോടെ കട്ടപ്പനയാർ മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു. നിരവധി തവണ നഗരസഭ അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ മേഖലയിൽ മാലിന്യം തള്ളൽ തകൃതിയായി നടക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് സാമൂഹിക വിരുദ്ധർ വാഹനങ്ങളിൽ എത്തി ചാക്കുകെട്ടുകളിലായി മാലിന്യം തള്ളുന്നത്. ആളുകൾ വ്യാപകമായിട്ട് മാലിന്യം കൊണ്ട് ഇടുകയാണ്. കുറച്ച് ഇട്ടിട്ട് ഇപ്പോൾ ഒത്തിരി ആയി ഒരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ് ഈ സ്ഥലം. ഇതിന് അടിയന്തരമായിട്ട് നഗരസഭ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ക്യാമറ അടിയന്തരമായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം നമുക്കിത് കാണാൻ പറ്റുന്നില്ല, പാചകത്തിൽ കൊണ്ടിടുകയാണ്. നമുക്കിപ്പോഴും നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത് വണ്ടികൾ ആണ് കൊണ്ടിടുന്നത്, ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടിടുകയാണ്. ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിക്ഷേപിക്കുന്നതിൽ ഏറെയും. ഇതോടെ ഇതുവഴി മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇവിടെ CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൂടാതെ മിഴിയടച്ചിരിക്കുന്ന വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻകുടി 6 ഏക്കർ ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. 6 ഏക്കർ ഭാഗത്തെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലെ ജലവിതരണം മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ മേഖലയിലെ ആളുകൾ. അയ്യപ്പൻകോവിൽ 6 ഏക്കർ ചെന്നിനായ്ക്കൻകുടി മേഖലയിലെ 600ഓളം വരുന്ന കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. എന്നാൽ 35ഓളം വർഷം പഴക്കമുള്ള പമ്പ് ഹൗസ് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായി. കാലപ്പഴക്കത്താൽ പല ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു. ഇതോടൊപ്പം 2 ആഴ്ചക്കാലമായി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ തോട് വറ്റിയതിനാൽ പമ്പ് ഹൗസിൽ നിന്നും വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം ഉണ്ടോ ഇല്ലെന്ന് പോലും അവർ അന്വേഷിക്കുന്നില്ല. മാസം കറക്റ്റായിട്ട് ബില്ല് എനിക്ക് തന്നിട്ട് പോകുന്നുണ്ട്. അത് വലിയ കൊണ്ടുപോകുമ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലെന്നോട് അന്വേഷിക്കണ്ടേ? അതിനൊരു ഉത്തരവാദിത്തം അവർക്കില്ല. ഇപ്പോൾ ഒരു 3 മാസത്തോളമായി വെള്ളം ഇല്ലാതായിട്ട്. പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം അഴിച്ചാൽ അത് തുറന്നു വിടുന്നതായി താഴത്ത് ഭാഗത്തുള്ളവർക്ക് അങ്ങ് പോകും. പിന്നെ ഞങ്ങൾ മേലെ കിടക്കുന്നവർക്കൊന്നും ഇല്ല. 2000 ലിറ്റർ വെള്ളത്തിന് 1000 രൂപ പൈസ കൊടുത്താണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ തോട്ടിൽ ഒരു ഓലിയുണ്ട്, അതിനകത്ത് കോരി കുളിക്കാനും പിന്നെ ആറ്റിലൊക്കെ ഓട്ടോയ്ക്ക് തുണിയും കൊണ്ട് പോവുക കുളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കിടന്ന് കഷ്ടപ്പെടുക. പിന്നെ ഈ പൈപ്പൊക്കെ ആണെങ്കിൽ മൊത്തം കേടാ, ഇത് മുഴുവൻ പോകാറായിട്ട്. അവരെ നന്നാക്കി ഒരു ദിവസം വെള്ളം കിട്ടിയെങ്കിലുണ്ടല്ലോ, പിന്നെ ഒരാഴ്ചത്തേന് വെള്ളമില്ല. പൈപ്പ് പോയി കിടക്കും. പൈപ്പ് നന്നാക്കി തരാമെന്ന് അവർ പറയുന്നുണ്ട്. 11ാം വാർഡിലെയും 12ാം വാർഡിലെയും മെമ്പർമാർ അന്ന് ഗ്രാമസഭ കൂടിയപ്പം പറഞ്ഞു ഇന്ന് തന്നെ എന്ന് പറഞ്ഞ് തോന്നി. അവർ പറയുന്ന കേട്ടപ്പോൾ ഓർത്ത് അടുത്ത ദിവസം തന്നെ നടക്കുള്ളൂ. ഇന്ന് വരെ അതിനുള്ളൊരു തീരുമാനമായിട്ടില്ല. ഒരു വശം വെൽഡ് ചെയ്ത് കൊണ്ടുമ്പോൾ അടുത്ത വശം പൊട്ടിക്കും. അപ്പം ടാങ്കിലോട്ട് വെള്ളം ചെല്ലാതെ എല്ലാം വഴിയെ പോവുക.
ഈ സാഹചര്യത്തിൽ മേഖലയിലെ 600ഓളം വരുന്ന കുടുംബങ്ങൾ 1000-ഉം 1500-ഉം മുടക്കി പുറത്തുനിന്നും വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വെള്ളമാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മലബന്ധമൊന്നും വെള്ളമില്ല, കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയായിട്ട് വളരെ വിഷമത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് പഞ്ചായത്തോ ഇതിൻ്റെ വെള്ളത്തിൽ ബാധിക്കുന്ന ആൾക്കാർ യാതൊരു ഉപകാരിക്കുന്ന നടപടികൾ എടുക്കുവാനോ ഒന്ന് വന്ന് നോക്കാൻ പോലും അവർ മനസ്സ് വയ്ക്കാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ 1750 ലിറ്റർ വെള്ളം വേണമെങ്കിൽ 1000 രൂപ കൊടുത്താണ് ഇപ്പോൾ അത്യാവശ്യത്തിന് ജനങ്ങൾ ഇത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വെള്ളം കൊടുക്കാനൊന്നും അതിനെ ഉത്സാഹിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു അവസ്ഥയാണിപ്പം. നമുക്ക് അടുത്ത കിണറ്റിലുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പോയി കോരാം. ഇത് കോരാനില്ല, പിന്നെ എന്ത് ചെയ്യും? ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം. അതുകൊണ്ട് ആകെപ്പാടെ മനുഷ്യൻ പറഞ്ഞ് വെള്ളമില്ല, വെള്ളമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പമ്പിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമില്ല. മുൻവർഷങ്ങളിൽ ടാങ്കറുകളിലും മറ്റു വാഹനങ്ങളിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളം എത്തിച്ചിരുന്നു. എന്നാൽ ഈ വർഷം യാതൊരുവിധ സംവിധാനവും അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. പോലീസ് സേനയിൽ നിന്ന് വിരമിക്കുന്ന കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ വേണുഗോപാൽ PG, ഷംസുദ്ദീൻ MS എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. കട്ടപ്പന DYSP PV ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30 വർഷമായി പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ച സബ് ഇൻസ്പെക്ടറായാണ് വേണുഗോപാൽ PG, ഷംസുദ്ദീൻ MS എന്നിവർ വിരമിക്കുന്നത്. കട്ടപ്പനയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം DYSP PV ബേബി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇരുവർക്കും ഉപഹാരങ്ങൾ നൽകി. കട്ടപ്പന SHO സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ S സുനീക് NJ, ഡിജു ജോസഫ്, സുനിൽകുമാർ PV, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ മോനച്ചൻ MP, പ്രവീൺ PS തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് B ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ സന്നദ്ധസേന പ്രവർത്തനം ആരംഭിച്ചു. സന്നദ്ധസേനയുടെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി നിർവഹിച്ചു. സന്നദ്ധസേനയുടെ പ്രവർത്തനം 24 മണിക്കൂറും ലഭ്യമാണെന്ന് പ്രവർത്തകർ പറഞ്ഞു. നാടിന്റെ നന്മയ്ക്കായി യുവജനതയെ രംഗത്തിറക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരള കോൺഗ്രസ് B ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് B ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ സന്നദ്ധസേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാകുക, മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് സന്നദ്ധസേനയുടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. സന്നദ്ധസേനയുടെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി നിർവഹിച്ചു. കേരള കോൺഗ്രസ് ബിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെയും സംയുക്തത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഒരു സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ്. ഒരു സന്നദ്ധ സേനാ സ്ക്വാഡാണ് രൂപീകരിച്ചിരിക്കുന്നത്. നിർധനരായ കുടുംബങ്ങൾക്ക് മരുന്നെത്തിക്കുന്നതിനും കൃഷികിറ്റുകൾ എത്തിക്കുന്നതിനും മറ്റുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള വേണ്ടപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയായി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് കേരള കോൺഗ്രസ് ബിയും കേരള യൂത്ത് ഫ്രണ്ട് ബിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ രൂപം കൊടുത്തിരിക്കുന്നത്. യൂത്ത് ഫ്രണ്ട് B ജില്ലാ പ്രസിഡന്റ് CB വെള്ളത്തൂവിലിന് ചടങ്ങിൽ പതാക കൈമാറി. തങ്കച്ചൻ ഇരുമ്പുപാലം, ലെനിൻ CK, അനൂപ് രാജാക്കാട്, അഖിൽ CR, മനു മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സന്നദ്ധസേനയുടെ പ്രവർത്തനം 24 മണിക്കൂറും ലഭ്യമാണെന്ന് പ്രവർത്തകർ അറിയിച്ചു. ചെമ്പകപ്പാറ 1724 നമ്പർ ഗുരുദേവ ക്ഷേത്രത്തിൽ 55ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും കൊച്ചുകാമാക്ഷി കാണിക്ക മണ്ഡപം പുനർപ്രതിഷ്ഠയും മെയ് 1 മുതൽ 3 വരെ തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഉത്സവത്തിന് കൊടിയേറ്റും. ചെമ്പകപ്പാറ SNDP ശാഖായോഗത്തിന്റെ 55ാമത് പ്രതിഷ്ഠാ വാർഷികവും കൊച്ചുകാമാക്ഷി കാണിക്ക മണ്ഡപത്തിന്റെ പുനർപ്രതിഷ്ഠാകർമ്മവും മെയ് 1, 2, 3 തീയതികളിലാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ക്ഷേത്രോത്സവത്തിന് കൊടിയേറ്റും. ശിവഗിരി മഠാചാര്യൻ ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്സംഗം മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും. കൊടിക്കൂറ, കൊടിമര ഘോഷയാത്ര, കലവറ നിറയ്ക്കൽ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കൊടിമര ചുവട്ടിൽ പറയെടുപ്പ്, മഹാമൃത്യുഞ്ജയ ഹോമം, ഗുരുദേവ കൃതികളുടെ പാരായണം, മഹാപ്രസാദമുട്ട, സർവൈശ്വര്യ പൂജ, ദീപാരാധന, കലശപൂജ, കലശാഭിഷേകം, മഹാഗുരുപൂജ, താലപ്പൊലി ഘോഷയാത്ര തുടങ്ങിയ ക്ഷേത്രാചാര ചടങ്ങുകളും മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉത്സവ സന്ദേശവും നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 1724 നമ്പർ ചെമ്പകപ്പാറ SNDP ശാഖായോഗത്തിന്റെ 55ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മെയ് 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണ ഉത്സവം നടക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകാമാക്ഷി കാണിക്ക മണ്ഡപം പുനഃപ്രതിഷ്ഠയാണ്. അതിൽ 2-ാം തീയതി രാവിലെ 7:45 നടക്കുന്നത്. ഒപ്പം തന്നെ താലപ്പൊലി ഘോഷയാത്ര വൈകുന്നേരം 3-ാം തീയതി വൈകുന്നേരം താലപ്പൊലി ഘോഷയാത്ര, കൊടിമര ഘോഷയാത്ര, ഒപ്പം തന്നെ 3-ാം തീയതി വൈകിട്ട് കൊച്ചിൻ കൈരളിയുടെ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. നൃത്തതി നാട്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, കൊച്ചിൻ കൈരളിയുടെ ഗാനമേള എന്നിവയും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് KS മധു, സെക്രട്ടറി അനീഷ് രാഘവൻ, യൂണിയൻ കമ്മിറ്റി അംഗം
സുനീഷ് സുകുമാരൻ, ഭരണസമിതി അംഗങ്ങളായ MS രാജേഷ്, CP രതീഷ് തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകും. കട്ടപ്പന വെട്ടിക്കുഴക്കവലിയിൽ സെന്റ് കാതറിൻ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം നടന്നു. വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കുഴക്കവല കളപ്പുരയ്ക്കൽ തോമസിന്റെ ഭവനത്തിൽ വെച്ചാണ് വാർഷികാഘോഷം നടത്തിയത്. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെയും വിവാഹം കഴിഞ്ഞ് 25 വർഷം പൂർത്തിയായ കൂട്ടായ്മയിലെ 23 അംഗങ്ങളെയും മൊമന്റോ നൽകി ആദരിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഒരു പങ്കുചേരുകയാണ്. അങ്ങനെ ഹൃദയവും മനസ്സും ഒന്നായി ചേർന്നുകൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന അയൽവക്ക ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടാരത്തിൻ്റെ ഒരു വിസ്തൃതിയായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. നമ്മുടെയൊക്കെ കൂടാരത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കുമ്പോൾ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ അവരുടെ കുറവുകളോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയമായ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് ഉൾച്ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുക. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. സെന്റ് കാതറിൻ കൂട്ടായ്മ പ്രസിഡന്റ് തോമസ് കളപ്പുര അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ കൂട്ടായ്മ സെക്രട്ടറി CB കിഴക്കേൽ, ജോസഫ് പൊരുന്നൂലിൽ, റോബിൻ കോട്ടക്കുഴി, പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്ത്യൻ പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയവർ അവതരിപ്പിച്ച കലാപരിപാടി വ്യത്യസ്തമായി. അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാമതി. പൗലോസ് താന്നിപ്പള്ളിൽ, സിജോ ഈഴക്കുന്നേൽ, ഉല്ലാസ് തുണ്ടത്തിൽ, അഭിലാഷ് കുളമാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. MG യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്ന പുതിയ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി പരിചയപ്പെടുത്തുന്നതിനായി കട്ടപ്പന വെള്ളിയാങ്കുടിയിൽ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായ കോഴ്സുകൾ, മേജർ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തോടൊപ്പം മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ, തിരഞ്ഞെടുത്ത വിഷയം മാറാനുള്ള അവസരം തുടങ്ങി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള സംശയങ്ങൾ സാധൂകരിക്കാനും വിവിധ ബോധവൽക്കരണങ്ങൾ നൽകാനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോറം സ്കൂളിലാണ് പരിപാടി നടന്നത്. മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ട്രീമിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏതാണ്ട് 80-90 സ്ട്രീമുകളിലേക്ക് വിഭജിക്കപ്പെടുകയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് പഠിക്കുവാനുള്ള പര്യാപ്തമാകുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അന്തർദേശീയ നിലവാരത്തിലുള്ള കോഴ്സുകൾ, ലോകത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ, അത്തരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട്, ആ മാറ്റങ്ങളെ പേടിപ്പെടുത്തുന്നതല്ല, ആ മാറ്റങ്ങളെല്ലാം വിദ്യാർത്ഥി സൗഹൃദമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പരിപാടിയിൽ സെന്റ് ജോറംസ് HSS പ്രിൻസിപ്പൽ ജിജി ജോർജ്, സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രതിനിധി പ്രതീഷ് എബ്രഹാം, സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, കോളേജ് പ്രതിനിധി ഡോക്ടർ JB ജോർജ് എന്നിവർ സംസാരിച്ചു. MG യൂണിവേഴ്സിറ്റി മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ ജിപ്സൺ വർഗീസ് പരിപാടിയെക്കുറിച്ചുള്ള അവതരണം നടത്തി.
സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്ഷാവലയം 2024 എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയോൻകവരിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സുഷമ ശശി ഉദ്ഘാടനം ചെയ്തു. കുമ്മളി സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കാഞ്ചിയാർ പിരിയോൻകവല തപോവനത്തിൽ വെച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. രക്ഷാവലയം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. കുട്ടികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും ശരിയായിട്ടുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകുന്നതിനും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. മാതാപിതാക്കൾക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വേണ്ടിയായിരുന്നു പരിപാടി. ചന്ദ്രൻ സിറ്റി അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൊസാഡിന്റെ കേസ് വർക്കേഴ്സായ അനു ജോസഫ്, കെവിൻ കൈച്ചുറിയിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. സഹ്യജ്യോതി കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തകരും മറ്റു ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. KPM ഗ്യാസ് ഏജൻസിയുടെ ഉപഭോക്താക്കൾ ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ഓഫീസ് അധികൃതർ അറിയിച്ചു. ഇതിനായി ഉപഭോക്താവിന്റെ ആധാർ, ഗ്യാസ് ബുക്ക് എന്നിവയുമായി കാഞ്ചിയാർ ലബക്കടയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 36 പേരുടെ ജീവനെടുത്ത കേരളത്തെ നടുക്കിയ കരടിപ്പാറ ബസ് അപകടം നടന്നിട്ട് അരനൂറ്റാണ്ട് തികഞ്ഞു. 1974 ഏപ്രിൽ 29 രാവിലെ 9:30 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കരടിപ്പാറയിൽ KSRTC ബസ് 2000 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. ഇന്ന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് കരടിപ്പാറ. വലിയൊരു അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കരടിപ്പാറയ്ക്കുണ്ടെന്ന് ഇവിടെ എത്തുന്നവരിൽ പലർക്കും അറിയില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാണ് കരടിപ്പാറ. ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാം. എന്നാൽ ഈ സുന്ദര കാഴ്ചകൾക്കപ്പുറം വലിയൊരു അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി കരടിപ്പാറയ്ക്കുണ്ട്. 1974 ഏപ്രിൽ 29 രാവിലെ 9:30 കേരളത്തെ നടുക്കിയ ആ ബസ് അപകടം സംഭവിച്ചത്. 36 പേരുടെ ജീവനെടുത്ത കരടിപ്പാറ ബസ് അപകടം നടന്നിട്ട് അരനൂറ്റാണ്ട് തികഞ്ഞു. അപകടത്തിൽ 10 സ്ത്രീകളടക്കം 33 പേർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. 24 പേർക്ക് പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ പിന്നീട് 3 പേർ കൂടി മരിച്ചു. രാവിലെ 9 മൂന്നാറിൽ നിന്ന് എറണാകുളത്തിന് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ യാത്രക്കാരുമായി വന്ന ബസ് കരടിപ്പാറയിലെ വളവിൽ എതിരെ വന്ന പാഴ്സൽ ലോറിക്ക് സൈഡ് നൽകുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പതിച്ചത്. പാറക്കെട്ടിൽ ചെന്നിടിച്ച ബസ് പലതവണ മലക്കം മറിഞ്ഞു. യാത്രക്കാരിൽ പലരും ബസ്സിൽ നിന്നും തെറിച്ച് പാറക്കെട്ടിൽ വീണ് മരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ കരടിപ്പാറ. കൊടും വളവായിരുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. മൂന്നാറിന് സമീപമുള്ള പ്രധാന വ്യൂ പോയിന്റുകളിലൊന്നാണ് കരടിപ്പാറ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വളവുകൾ വീതി കൂട്ടി. പാതയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച അതിനു മുകളിൽ സുരക്ഷാ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സമീപത്തായി പള്ളിവാസൽ പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും പ്രവർത്തിച്ചു വരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 207, വിൽപ്പനയ്ക്ക് വന്നത് 55,084, വിൽപ്പന നടന്നത് 54,478. കൂടിയ വില 2,893, ശരാശരി വില 2,168. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 340, ഗ്രാമ്പു 950, കൊക്കോ 250, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,655 രൂപ, വെള്ളി 83.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം മെയ് 15 വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും മുൻകാല നിലപാട് മാറ്റാതെ കർഷക സംഘടനകൾ. ചട്ടരൂപീകരണത്തിലൂടെ ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതി എന്ന ആരോപണം. നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി അതിജീവന പോരാട്ടവേദി. വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന യുവാവിനെ ആശുപത്രിയിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ഡീൻ കുര്യാക്കോസ്. യുവാവിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നത് സർക്കാർ വാഗ്ദാനം ചെയ്ത പണം അനുവദിക്കാത്തതിനാൽ. 7 ലക്ഷം രൂപ കിട്ടാത്തതിനാലാണ് യുവാവിനെ ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് കൗൺസിലർമാരുടെ പരാതി. ഭരണപക്ഷ കൗൺസിലർമാരടക്കം ആക്ഷേപമുന്നയിച്ചത് കൗൺസിൽ യോഗത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ വെള്ളം കൃത്യമായി എത്തിക്കുന്നില്ലെന്ന കൗൺസിലർമാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.